ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഈ വെക്കേഷൻ മീൻസ് നവയ്ക്ക് 1 വീക്ക് വെക്കേഷനാണ്. ഈ വെക്കേഷൻ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ് വന്നേക്കുന്നത്? ഗോവയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേവുഡ് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പവർ നാപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് വേഗം പോവാം. ഓക്കെ, ശരി, എന്നാൽ പോയിട്ട് കാണാം കേട്ടോ. നമുക്ക് അപ്പർ റൂമായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഔട്ടർ വ്യൂ. അപ്പോൾ അവിടെ ഒരു റാന്തലൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുള്ള് വുഡായിരുന്നു, വുഡിൻ്റെ ഒരു തീമിലാണ് അവർ ആ റൂം ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഇത് നമ്മൾ റെൻ്റൽ സ്കൂട്ടി എടുത്തത്, അതൊരു 350 റുപ്പീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പഞ്ചാബി കിച്ചണിലാണ്. നമ്മുടെ റൂമിൻ്റെ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ഈ പഞ്ചാബി കിച്ചൺ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് നമ്മൾ വന്നത്. നവി ഒരു ഗോവൻ ഫിഷ് താലിയാണ് പറഞ്ഞത്. ഞാൻ പറാത്ത ആൻഡ് പ്രോൺസ്, എനിക്ക് പ്രോൺസ് ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞാൻ പ്രോൺസ് ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് അഗോണ്ട ഫോർട്ടിലാണ്. ചാർജബിൾ ആണ്, ഒരാൾക്ക് 25 റുപ്പീസ് വെച്ച് എൻട്രി ഫീസ് ഉണ്ട്. ഒരു ക്ലോസിങ് ടൈം അറൗണ്ട് 6 o'clock ആയിട്ടോ. നമ്മൾ 5 o'clock ആ ടൈമിൽ എത്തിയപ്പോഴാണ് എത്തിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി അത് കണ്ടിട്ട് വരാം കേട്ടോ. പണ്ടൊക്കെ കട്ടൊക്കെ സൂക്ഷിച്ചു പോണം കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറി കുറച്ചധികം പാടുണ്ട് കയറാൻ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചവർക്കല്ല, കുറച്ചധികം പാടുണ്ട്. ഓക്കെ, നടക്കാം. അത് സ്റ്റീപ്പ് കയറ്റം കയറാൻ വരുന്ന പാട്. ഇപ്പൊ സ്റ്റീപ്പ് ഇറക്കും ഞാൻ നോക്കാം. പിന്നെ നമ്മൾ വന്നത് അഗോണ്ട ലോ പോർട്ടിലാണ്. ഇവിടെ കുറച്ചും കൂടെ സീനിക് ബ്യൂട്ടിയാണ് കാണാൻ. നമ്മളൊരു നൈറ്റ് ടൈം ഒക്കെ ആയപ്പോഴാണ് വന്നത് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഈ ചേട്ടനാണെങ്കിൽ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ്റെ കുറേ ചൂണ്ട മീൻ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അവസാനം ആ ചേട്ടൻ പോയി കേട്ടോ അവിടുന്ന്.
ഞങ്ങളൊരു സൺസെറ്റ് ടൈമിലാണ് വന്നത്. പക്ഷെ അപ്പോഴത്തേനും മഴ പെയ്തു. ഞങ്ങൾക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. നമ്മൾ അങ്ങോട്ടും ഇവിടെ ഈ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാൻഡ് ടൈ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ സമ്മതിച്ചില്ല. തിരിച്ചു വന്നപ്പോഴും ആ ചേച്ചി അവിടെ തന്നെ നിൽപ്പുണ്ടായിട്ട് ക്യൂരിയോസിറ്റി കാരണം ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലൂവും പിന്നെ 2 സിൽവറുമാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. ആ ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് ടൈ ചെയ്ത് തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ആഫ്റ്റർ ബ്രൈഡിങ് സൂപ്പറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം സിൽവർ അതെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ഗോവൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.